ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കോറസ് വരെ വിട്ടതേ 3 പേരും ഉണ്ട് കേട്ടോ ചുറ്റിനും. ഇന്ന് 1-ാം തീയതി ആയിട്ട് ഞങ്ങൾ ഇവിടെ ആടിച്ചു പൊളിക്കും അല്ലേ. നാളെ മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങണം അല്ലേ. നാളെയാണോ 2-ാം തീയതിയാണോ ക്ലാസ് തുടങ്ങുന്നത്? നാളെയാ പ്രവേശനോത്സവവും കാര്യങ്ങളും. നിങ്ങളൊക്കെ നാളെയാണോ സ്കൂളിൽ തുറന്നിട്ട് അമ്മമാരുടെ കൂടെയൊക്കെ പോകണ്ടേ? അത് നാളെയാണോ? അപ്പൊ സ്കൂളിൽ പോകാത്ത പെണ്ണ് ദേ പോയിരിക്കുന്നു. ആര്യൻകുട്ടനും കല്യാണി നാളെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. അപ്പൊ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബൈ. ഞാൻ വിളിക്കാവേ, എനിക്ക് പനിയാണേ. അങ്ങനെ ചുമ്മാ കുത്തല്ലേ. ആ ശരി. ആ ചേട്ടാ ഇന്ന് എന്നാ തിന്നാൻ ചികിത്സിക്കാനാണോ ഇഞ്ചക്ഷൻ വെക്കുന്ന പൊട്ട ഡോക്ടറെ? ഹലോ ചേട്ടാ, ഈ ഡോക്ടർ പന്ന ഡോക്ടർ, നമുക്ക് വേറെ ആശുപത്രി പോവാം. രോഗം അസുഖം എന്നാടോ? ആണോ? തനിക്ക് പുറത്തിന് വേദനയുണ്ടോ? വയറു വേദനയുണ്ടോ? ലൂസ് മോഷൻ ഉണ്ടോ? ലൂസ് മോഷൻ ഉണ്ടോ? ആണല്ലേ. എന്നാ ഒരു ഇഞ്ചക്ഷൻ കുത്തട്ടെ? ആ ശരി. താ കരയല്ലേ, ഓടല്ലേ, നിലവിളിക്കല്ലേ. തന്റെ കൈയും കാണിച്ചു നോക്കട്ടെ. കൊറേ നേരമായി ഞാൻ കുറുക്കൻകുട്ടി വെട്ടിയിരിക്കുന്നു. ആ ചേട്ടാ ഇങ്ങനെ കുത്തല്ലേടോ. പരിശോധിക്കാത്ത ഡോക്ടറാണ്. ഈ ഡോക്ടർക്ക് ഒന്നും അറിയത്തില്ല. പരിശോധിക്ക, എനിക്ക് ഭയങ്കര പനിയാണ്. ഹലോ വെച്ചു. ഹലോ പരിശോധിക്ക്. പനിയുണ്ട്, ഭയങ്കര പനിയാണ്. വേദന ഉണ്ടോ ചോദില്? ചുമ്മാ കുത്തല് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയാണോ തന്നെ പരിശോധിക്കുക? ശുഷ്കാന്തി കാണിച്ചു തരാം കേട്ടോ. എന്തൊരു ശുഷ്കാന്തി. ഉപ്പറയ്ക്ക് പോയിട്ട് വന്നിട്ട് ബാഗ് പോലും ആയിട്ട് അകത്തോട്ട് പോയില്ല. അത്രക്ക് വേണം അല്ലേ? അല്ല, ഇത് എന്റെ വണ്ടിയേ, ഞാൻ പൊന്നു പോലെ സൂക്ഷിക്കുന്ന. അതെ അല്ല, അത് അമ്മയുടെ വണ്ടിയായിട്ട് അമ്മ അങ്ങ് കണക്കാക്കിക്കോ. നമ്മുടെ വണ്ടിയാ അല്ലെന്നല്ല, എന്റെ വണ്ടി ഞാൻ പൊന്നുപോലൊക്കെ സൂക്ഷിക്കുന്ന. പൂച്ചതേ മാന്തി മാന്തി ഇതേലും ഇതിന്റെ ഒരു സീറ്റ് കവർ ഉണ്ടാക്കി തരാൻ പറ്റും. അമ്മ 10 ദിവസം ഉറങ്ങിയിട്ടില്ല പൂച്ച മാന്തി. ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴേ വണ്ടി അവിടെ കൊണ്ട് കേട്ടി വെച്ചതാ. നോക്ക് അവിടെ ചെളി. അന്നോട്ട് ടയറിലൂടെ നോക്കിയപ്പോ എന്ത് ചങ്കിനകത്തൊരു വിഷമം. അവന്റെ വണ്ടിയുടെ ടയർ കാണത്തില്ല കേട്ടോ. ഇല്ല, കാണത്തില്ല കേട്ടോ, തീരെ കാണുന്നില്ല. അതാണ് സിന്ധമ്മ പുക വരയിട്ട് വെക്കുന്ന വണ്ടിയാ, വണ്ടിക്ക് ചൂടെടുക്കാൻ വേണ്ടി. അറിയോ ഇത്ര നല്ല വണ്ടി ഓണറെ എവിടെ കിട്ടണ്ടിയോ നിനക്ക്? ഈ വണ്ടി എങ്ങാനും മേടിക്കാൻ പറ്റുന്നവരുടെ ഭാഗ്യമാ. അതെ, പൊടി പിടിപ്പിക്കത്തില്ല. അത് അങ്ങനെ ആർക്കും കൊടുക്കത്തില്ല. അത് മക്കൾക്ക് തന്നെ ഉള്ളതാണ്. അത് ഒരു അന്ന് എടുത്തപ്പോ ഞങ്ങളോട് അങ്ങനെയാ പറഞ്ഞു. ഇപ്പൊ വാക്ക് മാറ്റിയൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ പല കാര്യങ്ങൾ പറയാം. അതൊന്നും കണ്ടാകുമ്പോ നീ ഇരിക്കരുത്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണം. ഞങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ പറയും ഞാനും ചേട്ടായി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുതിയ കാറൊക്കെ എടുക്കുമ്പോ നിനക്ക് വേണമെങ്കിൽ നീ ഡിയോ കൊണ്ടോക്കോ, നിനക്കല്ലേ വണ്ടിയുടെ ആവശ്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. പറയട്ടെ ഇല്ല, ഞാൻ പറഞ്ഞ അവർക്ക് താറ് ഭയങ്കര ഇഷ്ടമാ. താറ് മേടിക്കുമ്പോ ഇതിങ്ങനെ നന്നാക്കടിയെന്ന് കൊണ്ടു കാക്കിയ ആലോചിക്കല്ല വിച്ചു കണ്ടോ 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 ചേട്ടാ വിച്ചു കൊണ്ട് നടക്കുന്നത്. ഞങ്ങളെപ്പുറത്ത്. അപ്പൊ ഞാനും ഇത് കൊണ്ട് നടക്കുന്നത്. അത് വേണമെങ്കിൽ മാറ്റാലോ നമുക്ക്. അമ്മ ഞാൻ അമ്മയുടെ മോളല്ലേ. അപ്പൊ അമ്മയുടെ മോൾക്ക് സൂക്ഷിക്കുന്ന ഈ വണ്ടി ഞങ്ങൾക്ക് തന്നൂടെ? നിങ്ങൾക്ക് പിന്നെ ഡിയ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇത് കൂട്ടുണ്ട്, ഉണ്ട്. എന്നാ ഇനി ഞാൻ ചോദിച്ച് മുഷിയുന്നില്ല. താമസിക്കാതെ കൂടി പോയ 1 വർഷത്തിനുള്ളിൽ മറ്റേ എന്റെ മൊന്നെ താറല്ല, ടാറ് മേടിക്കും. അതെ. അല്ല, 1 വർഷത്തിനുള്ളിൽ അല്ല, ഇപ്പൊ വീഡിയോക്കകത്തൂടെ എല്ലാരും കേട്ടിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ താറ് മേടിച്ച് എന്റെ മുറ്റത്ത് കൊണ്ടിടുവോ? ഇടും. ഉറപ്പാണോ? മുറ്റത്ത് കുഴപ്പമില്ല വെച്ചോ. ഞങ്ങളുടെ ഓരോ കുഴപ്പമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു വണ്ടി രണ്ടുള്ള ഇടയുള്ളൂ. അതെ, മുറ്റത്ത് കിടന്നോട്ടെ. മുറ്റത്ത് കിടന്നാ പോരെ. മുറ്റത്ത് നമ്മളിടും.
ഇത് നമ്മുടെ ഫസ്റ്റ് പെണ്ണും അത് സെക്കൻഡ് പെണ്ണും ആണ് കേട്ടോ. വീട് വെക്കുമ്പോ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി വണ്ടിയില് മിണ്ടാതെ ഉരിയാടാതെ അവിടെ കൊണ്ടു ഇറക്കാം. ഞങ്ങള് പുതിയ വീട് വെക്കുമ്പോ മിണ്ടാതെ ഉരിയാടാതെ വണ്ടി ക്ലീൻ ചെയ്ത് ലോറിയിൽ കയറ്റി അവിടെ കൊണ്ട് വെക്കുക. ഒരു 75 വയസ്സ് എനിക്ക് ആയി കഴിയുമ്പോ നിങ്ങൾ എടുത്തു. ആ എല്ലാരും കേട്ടിട്ടുണ്ട്. 75 വയസ്സാവുമ്പോ ഡിയ അമ്മൂമ്മയാവും. പക്ഷെ ഈ കൊണ്ട് നിർത്തുവാണെ ആവത്തില്ല കേട്ടോ. ഇത് നോക്കി ഉപ്പാർക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. ഡ്രസ്സ് പോലും കഴിയില്ല. ആ ഡ്രസ്സൊക്കെ ചെളിയാവൂല്ലോ അമ്മ. ആ ഡ്രസ് ഒരു ദിവസം അമ്പലത്തിൽ ഇട്ടു, ഒരു ദിവസം സിന്ധുവിന്റെ കടയുടെ പോയപ്പോ ഇട്ടു. ഇപ്പൊ ഒരിടത്ത് മരണ വീട്ടിൽ പോയിക്കുവായിരുന്നു, അന്നേരം ഇട്ടു. ഇനിയിപ്പോ കുളിച്ചിട്ട് അങ്ങ് കേറിയാ മതി. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ കുളിക്കുന്നതിനോടൊപ്പം എന്റെ ഡിയോ കുട്ടനോട് കുളിപ്പിച്ചേക്കാൻ തോന്നി. അമ്മ കുളിപ്പിച്ച തേച്ചൊരച്ച് കുളിപ്പിച്ചു. 75 വർഷം വരെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും. അന്നേരം ഫ്രഷ് വണ്ടിയായിട്ട് തന്നെ കിട്ടണമല്ലോ. എടുത്തോണ്ട് പറ്റ വെള്ളം, മഴവെള്ളം ഇഷ്ടം പോലെ കിടക്കാം. അപ്പൊ നമ്മൾ കറണ്ടടിച്ച വെള്ളം കളയേണ്ട ആവശ്യം വേണ്ട. എന്റെ വണ്ടിയെ ഇത്രയും ചെള്ള പകുതി പോയി ഒഴുകി ഉണ്ടാവും. എന്തുമാത്രം മണ്ണും ചെളിയും കയറിയിട്ടുണ്ടായിരുന്നു നോക്കി. അത് വേറെ എവിടുന്നും അല്ല, ഈ വഴീന്നാ. എന്നറിയോ, ഞാൻ അവിടെ വന്നപ്പോഴത്തേനും ഭയങ്കര കളിച്ചു. ഞാൻ കണ്ടു. അന്നേരം തന്നെ ഞാൻ വിച്ചുവിനെ വിളിച്ചു. വിച്ചേ ഓടിച്ചെല്ലടാ. ഇല്ല ചെളിയില്ലല്ലോ, നല്ല റോഡാ. നീ പോരുന്നോ? നല്ല വഴിയല്ലേ. ശരി, ഇതുകൊണ്ട് കേട്ടിട്ടത് അന്ന് വേണ്ടല്ലോ വിച്ചു. ചൂനി ഈ വണ്ടി എടുത്തു വന്നിട്ട് സിന്ധുമ്മയ്ക്ക് ആ വണ്ടിയാ തീയാ. അത് സിന്ധുമ്മയ്ക്ക് ഇത് കൊച്ചെടുത്തു. എന്റെയാണ്. എന്നൊന്നും വേണ്ട. എന്റെ അമ്മൂന്റെ വിച്ചുവിന്റെയാ. നേരെ മറിച്ച് അമ്മേനെ കണ്ട പറയും ഇന്നമ്മയുടെ അത് കൂടെ കുറഞ്ഞു. ഇറങ്ങല്ല ചെള്ളൊക്കെ. അതിപ്പോ 2 മീനെ ഇട്ട് അതിനകത്ത് സുഖമായിട്ട് വളർന്നു കിട്ടിയാണ്. ഇനി അത് ആ പെയിന്റ് അടിക്കാൻ ഒന്നുകൂടെ വിളിക്കണം, മഴക്കാലം കഴിയുമ്പോ. അന്നേരം അവിടെ പൊക്കിട്ട് തരാൻ പറയണം. താന്നിട്ടുണ്ടോ വിളിച്ചാൽ മതി, പൊക്കിട്ട് തന്നേക്കാൻ ഒരു ഉറപ്പ് പറഞ്ഞിരുന്ന. പക്ഷെ ഞാൻ അവിടെ താഴുമെന്നാ വിചാരിച്ചത്. അവരെയും പറഞ്ഞിട്ടല്ലേ, ഇത് നമ്മൾ ഓൾറെഡി മണ്ണ് എടുത്തിട്ടതല്ലേ. അവിടെ നമ്മൾ അന്ന് കുറെ കല്ല് പറക്കിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവിടെ കുഴപ്പമില്ലാത്ത. ഇവിടെ 2 ഇടം തന്നു. നിന്റെ വണ്ടി കയറി വന്ന ആ വീൽപ്പാട് ആ വേനൊക്കെ അത്രയും തന്നു. ഇനി തൂക്കിക്കണം. ശരി കേട്ടോ. അതെ, ആ വണ്ടി അവിടെ 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 വീൽപ്പാട് അങ്ങനെ അറിയാം. കിയ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പണിയാണല്ലോ. ഏതായാലും വണ്ടി ഈ ചെളികളോട് വണ്ടി കയറ്റി വെക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ കൂടെ കഴുകാം. എന്നാ കഴിക്കാം. എന്നിട്ട് വണ്ടി കയറ്റി വെക്കാം. ഞാനും വെച്ചു റെസ്റ്റ് ആട്ടോ. അമ്മ തന്നെ എല്ലാം ചെയ്തേ. ഞാൻ തന്നെ ചെയ്തേക്കോണെ. തുണിയും കിണിയൊക്കെ എന്റെ ഒരു തുണി കഴിയാൻ മതി. അല്ലേ, ഒന്നാണ്ട് ഒറ്റടത്തിന് ഉണങ്ങിയിട്ടില്ല. അത് ആ ഭാര്യ കാറിലോട്ട് പോയി. കാറിന്റെ നോക്കണ്ട, 9 ലക്ഷം 15 ലക്ഷം ഒക്കെ. പിന്നെ ഇപ്പൊ ഉണങ്ങി കിട്ടണമെങ്കിൽ നിന്റെ പാടെ ഷട്ടി നിൽക്കണോ വേണം. 9 ലക്ഷോ? 15 9 ലക്ഷത്തിന് പുച്ഛത്തിൽ കണ്ടോണ്ട് പോന്നു. 2 ആഴ്ച കൂടി ജനലൊക്കെ ഒന്ന് തുറന്നു കേട്ടോ. അയ്യോ എൻ്റെ പൊന്നെ, നല്ല വിഷ്ണു കാറ് കൊണ്ടുവന്ന് നന്നായില്ലേ. ഒരു ട്രിപ്പ് ഉണക്കി എടുത്തതാണേ. ഇതുണ്ടോ, ഇത് മൊത്തം ഇനി മടക്കണം. ഇത് മണ്ടയിട്ടെന്ന് പറഞ്ഞാൽ മൊട്ട മഴയില്ലായിരുന്നോ, അതുകൊണ്ട് ഇങ്ങനെ തണുത്ത് കിടക്കുമായിരുന്നു. മടക്കി വെക്കാതെ ഈ കട്ടിലെ വരിയിട്ടേക്കായിരുന്നു. അതിൽ ഉണക്കി എടുത്താൽ ഇത്രയും കൂടെ ഉണങ്ങി കിട്ടിയ മടക്കി എല്ലാ അലമാരിക്കത് കേട്ടാ. എന്തിയാടാ? ആണോ? ഇന്ന് ആര്യൻകുട്ടനാ 1-ാം തീയതി കയറിയേ. ഇന്ന് ജൂൺ 1. ഇന്ന് ജൂൺ 1. സ്കൂൾ തുറക്കേണ്ട ദിവസം, മഴയൊക്കെ വയ്യേണ്ട ദിവസം. ഇന്ന് നോക്കി നല്ല വെയില്. ഇതാ പറഞ്ഞ ജൂൺ 1. ഓ, എന്നതാണോ ചേട്ടാ ഈ മോളും കൂടെ. അയ്യോ അയ്യോ, എല്ലാം മുറിയും ജനലൊക്കെ ഒന്ന് തുറന്നു. എടാ ബുദ്ധിമുട്ടില്ലെങ്കിൽ വണ്ടി ഇവിടെ ഇട്ടിട്ട് ബസ്സിന് പോക്കോ. എന്നാ 2ാമത്തെ ട്രിപ്പാ 3ാമത്തെ ട്രിപ്പാ. അന്ന് ഷോറൂമിൽ നിന്ന് എടുത്തപ്പ കണ്ടതാ. 10-15 ലക്ഷം രൂപയ്ക്ക് മിന്നി തിളങ്ങി നടക്കുന്നത് ഉപകാരം കിട്ടി. അല്ല 2ാമത്തെ ട്രിപ്പ് ഇട്ടോ. ഈ വെയില്. ഇത് ജൂൺ 1 ഇന്ന്. പക്ഷെ 1 ആദ്യം ഇട്ടപ്പോ ഒന്ന് ചാറി. പക്ഷെ ജൂൺ 1 മഴ തുടങ്ങുന്നത്. ഇതിപ്പോ മഴക്കാലം പകുതി അവസാനിച്ചിട്ടൊരു 10 ദിവസം. കർക്കിടകത്തിൽ 10 തെളിവുണ്ടല്ലോ, അവനോട് തെളിവ് കിട്ടാൻ തോന്നുന്നു കേട്ടോ. ആകാശമൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ അല്ലേ?
ആ മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല ചൂടുണ്ട്. നല്ല ചൂടാ. ഞാൻ കുടിച്ചിട്ട് അത് പെറുക്കിടാൻ മുന്നേ ജൂൺ 1. ഇന്നത്തെ സ്പെഷ്യൽ എന്നാക്കിയാന്നറിയോ? മാങ്ങക്കറി. മാങ്ങാപ്പറി. സ്പെഷ്യൽ എന്നാ? മാങ്ങക്കറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, വിച്ചുന്റെ ജാനിക്കുട്ടിയുടെ സ്പെഷ്യൽ ഉണക്കമീൻ വറുത്തതുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, പപ്പടം ഉണ്ട്, സവോള. ഇനി ഒന്നും നോക്കുന്നില്ല. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല. ഞാൻ തിന്നാൻ പോവാ. വരുന്നെങ്കിൽ നിന്റെ കിട്ടിയാനെ വേടെ വിളി. കൂട്ടുകാരനെ ആരെ? അലമ്മാമനെയാണോ വിളിച്ചു വിളിക്കുന്നത്? അയ്യോടാ. ആണോ? വരൂണ് കാറ്റ് കൊണ്ടുപോയേനെ. തെന്നി വീഴല്ലേ. പിന്നെ നാളെ നീ ഇന്നമ്മ വീട്ടിൽ പോകുന്നുണ്ടോ? ശരി, നീ ഇന്നമ്മ വീട്ടിൽ പോയിട്ട് ഐസ്ക്രീം മേടിക്കുവോ? എന്നാ ഇപ്പൊ ഞാൻ മാജിക്കുമല്ലേ സ്ട്രോബെറിയുടെ ഐസ്ക്രീം വരുത്താൻ പോവാ. ഓം ക്രീം കുട്ടിച്ചാത്ത. വരുത്തിയതാ ഞാൻ മാജിക്കുമല്ലേ സ്ട്രോബെറി. എവിടെ പോവാ? ഏട്ടാ പാപ്പു മേടിച്ചോണ്ട് വെച്ചതാ കൊച്ചിനും വെയിൽ വരുമ്പം കൊടുത്തേരേന്ന് പറ. നെല്ലയാണോ? അമ്മൂനോടും മിച്ചുനോടും മിണ്ടണ്ട കേട്ടോ. അമ്മൂ മിച്ചു അറിയണ്ട അല്ലേ? നല്ല വെയിലാണ്. ഞാൻ ഈ കുഷീനെല്ലാം പറക്കി ഇവിടെ സിറ്റോട്ട് തുടച്ചിട്ട് ഇട്ട് കൊടുത്താ. അവിടെ എല്ലാം നല്ല സൂപ്പർ വെയിൽ. ജൂൺ 1 തീയതിയായിട്ട്. നീ എവിടെ പോവാ? ഞങ്ങൾക്ക് മാങ്ങ വരം. കുശാല മാങ്ങ കഴിയാറായി. 2-3 ദിവസം കൊണ്ട് ഫുള്ള് തരും. കഴിയാറായി. ഇങ്ങോട്ടാ കൊതിച്ച് തിന്നട്ടെ. ചപ്പി തിന്നണം. ചപ്പി തിന്നണമെന്ന് പറഞ്ഞാൽ അന്നേരം കടിച്ചിട്ടുണ്ടെങ്കിൽ മിറ്റത്തോട്ട് ഇറങ്ങിക്കണം. അല്ലെ ചാറ് ഇവിടെ എല്ലാം വീഴും. പോ അമ്മയും മോളും മിറ്റത്ത് തിന്നെ. അവന് വേണ്ടേ? അമ്മൂന്റെ കയ്യിലുണ്ട് 2 അയ്യോ ഒരു വെയിൽ വന്ന് എനിക്ക് ചൂടെടുത്ത് പോവുക. ടീഷ എന്നതാ ബാപ്പുവിന്റെ ചുമയുടെ പങ്കജകസ്തൂരിയുടെ മരുന്നുള്ള കഷ്ണം. നല്ല ടീഷ. അതേ അമ്മ ജ്യൂസ് അടിച്ചു കൊണ്ട് വെച്ചേക്കുന്നു. മാംഗോ ജ്യൂസ്. അതെ. എന്ത് നോക്കും ഭയങ്കര പൊരി വെയിലത്തെ. പൂവ്. ഇത് മുതുവെയിലത്തെ. ഇതാർക്കാണോ? അതെനിക്ക്. എന്റേത് എന്തിനാ തൊട്ട് നോക്കുന്നത്? നിന്റേത് വേണ്ടിയിരിക്കുന്നതല്ലേ നിന്റെ കപ്പ്. പൂവില്ലാത്തത് മതി. ഇതേ പൂവില്ലാന്ന് ഗ്ലാസ്. വാവ്, ചിരി ഇഷ്ടപ്പെട്ടു. ശിവശിച്ചു വെക്കണ്ടത് ഇന്നു കുടിച്ചോ. പൂവുള്ള ഗ്ലാസ്സിലാന്ന് കേട്ടോ. പൂവുള്ള ഗ്ലാസ് വേണോ? അതെന്നാ അതിലൊക്കെ വീശിങ്കി അതുമായില്ലേ. അതിനെടുത്തോണ്ട് അവളെ പകുതി കുടിച്ചിട്ട് കൊണ്ടുക്കോ. ദൈവമേ, ഈ മുതുചൂടത്തെ എന്റെ നാണം. നല്ല വെയിൽ കേട്ടോ. നല്ല വെയിൽ വെച്ചാ ഇതാണ് മെയ് മാസം. അതെ, ഏപ്രിൽ മെയ് മാസത്തെ മാതിരി ഉണ്ട്. ജൂൺ 1 നല്ല ചൂട്. ഞാൻ മാറിട്ടോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, മാങ്ങ കപ്പ കിട്ടുമ്പോൾ എല്ലാം കിട്ടും കേട്ടോ. നല്ല ചക്കപ്പഴമാണ്. ഇത് സജി കൊണ്ട് തന്ന. ഇന്നലെ അത് പുളിച്ചതായിരുന്നു, ഞാൻ വെട്ടിയില്ല. ഇപ്പം നീ പഴുത്തു. നാളെ നമുക്ക് വല്ല ചക്കപ്പുട്ടും ഉണ്ടാക്കാം. എല്ലാം എടുത്തു വെക്കാം അല്ലേ. ഈ ചണിയൊക്കെ കളഞ്ഞ് എടുത്തു വെക്കാം. പ്രാക്ടീസ് ആട്ടോ ഇവിടെ 2 പേര്. അയ്യോ അയ്യോ, ഏത് പാട്ടാ വെക്കണ്ടേ? ഏത് പാട്ട്? അതിനുണ്ട് റീൽസ് ഇല്ലല്ലോ. അല്ലൂമിനാറ്റിയോ? അല്ലൂമിനാറ്റിയാണോ വേണ്ടേ?
എങ്ങനെയാ ചൂട്? അതാണോ വെക്കണ്ടേ? എന്നാ പറ്റി? പരലി വിളിക്കോ? നിനക്ക് എന്നാ പറ്റി? പരലി വിളിക്കോ? കല്യാണി ചേച്ചി പറഞ്ഞു കേട്ടോ, ചൂനേനെ പറഞ്ഞ് ഇന്നമ്മ വീട്ടിൽ വിട്ടാക്കാൻ പറഞ്ഞു വിട്ടാക്കാൻ. അവളുടെ വീട്ടിൽ വിട്ടാക്കാനല്ലേ പറഞ്ഞേ? തൃശ്ശൂര് ഇന്നമ്മ വീട്ടിൽ, അവളുടെ ഇന്നമ്മയുടെ വീട്ടിൽ. പിന്നെ ഏത് വീട്ടിൽ വിടാനാ പറഞ്ഞേ? അവളെ പറഞ്ഞു വിട്ടാക്കാൻ പറഞ്ഞില്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ അവളെ പറഞ്ഞു വിട്ടാക്കാൻ എന്നോട്? എന്നോട് പറഞ്ഞു ഇപ്പൊ ഇവളെ പറഞ്ഞു വിട്ടാക്കാൻ. എന്നിട്ട് നേരെ നിപ്പുണ്ട് കേട്ടോ. ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ? എന്നാ പിന്നെ കൊച്ചു പറഞ്ഞേ? ഇവിടെ പറഞ്ഞു വിട്ടാക്കാൻ എല്ലാരും പറഞ്ഞേ? ഞാൻ കേട്ടാത്ത കുഴപ്പമാണോ? ആ നീ മാളയ്ക്ക് പോക്കോളാൻ അവരുടെ വീട്ടിൽ. ആ നീ മാളയ്ക്ക് പോക്കോ. കല്യാണിനെ മാളയ്ക്ക് വിടണോ? ഇത് ആ എന്നാ ഇന്നമ്മ വീട്ടിൽ പോക്കോട്ടെ കല്യാണി. അല്ല അവളെ ഇന്നമ്മേനെ എടുത്തോളൂ. ഇന്നമ്മേനെ അവളെ കൊഞ്ചിച്ചോളും, അപ്പച്ച അവളെ കൊഞ്ചിച്ചോളും, പൂഞ്ചിയും പാറും അവളുടേതായിക്കോളും. ആര് 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 എന്താ ദൈവമേ, ഭയങ്കര കൂട്ടാണ് താനും. യു ഇന്ന് അമ്മ രാവിലെ എന്റെ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ ഈ മധുരമുള്ള സാധനം ഒന്നും കൊണ്ടുവരരുത്. 4 ചീത്ത അമ്മേരെ രാവിലെ തന്നെ. ആ ഞാൻ ചോദിച്ചത് എന്നതാ എന്റെ ചേട്ടായി ഈ മധുരം തിന്നത്തില്ലാത്തടത്ത് എന്തിനു കൊണ്ട്? 1 കിലോ ഏത്തക്കാണ് അതിന്, 1 കിലോ ഏത്തക്കാണെങ്കിൽ അതിനാ നെയ്ക്കകത്തിട്ട് കൊടുത്താൽ തിന്നുവേ. അമ്മയ്ക്ക് കൊടുക്കും കുമാരിയമ്മയ്ക്കൊക്കെ. അച്ഛനും കൊടുക്ക്, അപ്പുറത്തെ കൈ വെച്ച് കൊടുക്കട്ടോ. പറഞ്ഞ അപ്പുറത്തെ കൈ വെച്ച് കൊടുക്കടാ. ഓ എന്റെ അമ്മേ, ഈ തകർന്ന വിമാനം വീണ. അവള് വിമാനത്തിൽ പോയോ? അച്ഛനും കൊടുക്ക്. കണ്ണൻ ചേട്ടായി പോയോ? എനിക്ക് എന്റെ പകുതി കഷ്ണം മതി. ഇത് ക്യാരറ്റ് കേക്ക് ആട്ടോ, ബനാന കേക്കാണോ? ബനാന കേക്ക് നല്ലതായിരിക്കും. നല്ലതാണോ? സൂപ്പറാണോ? ഞങ്ങളിവിടെ കൊതുകടി കൊള്ളാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ. സിന്ധുമ്മക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അത് മുഖം കണ്ടില്ലേ? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അതിന് പപ്പട 4 ആട്ടി. നിനക്ക് പിന്നെ അല്ലടി ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. കൊച്ചിന് കൊടുക്കുക, അല്ലെങ്കിൽ കുമാരി വരുമ്പോ കൊടുക്കും. ഞാൻ പിന്നെ കുമാരി ചേച്ചി 15 ഇരിക്കുന്നത്. ഏതായാലും എടുത്തിട്ട് കുമാരി ചേച്ചി ഉണ്ട്. കറണ്ട് ഉണ്ട്. അതെ പെങ്ങളുണ്ട്, പെങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓയ്യോ ചൂനയുടെ ഫ്ലൈറ്റ് താഴെ വീണു. ചൂനയുടെ ഫ്ലൈറ്റ് താഴെ വീണു. അയ്യോ ആ അതിന് പോലും ഉള്ള ഇതില്ല. എവിടെയാണ് താമസിക്കുന്നേ? തലേണ്ണ കമ്പിളി വല്ലതും വേണോ? തലേണ്ണ കമ്പിളിയോ വല്ലതും വേണോ? അല്ല എത്ര നേരം ഇറങ്ങിയിട്ട് എണീക്കാൻ തോന്നില്ല അവിടുന്ന്. ആ കൊറേ നേരം എവിടെ എണീറ്റ് ഇരിക്കാൻ തോന്നിയിട്ട്. എവിടെ എവിടെയോ? ഏയ് അങ്ങനൊന്നുമില്ല. പിന്നെ വല്ല നീർക്കോലി. ആ അത് കിടക്കും. പിന്നെ നീർക്കോലി കാണും ചിലപ്പോ. നീർക്കോലി കാണും ചിലപ്പോ. എന്റെ ചൊളസിയോ? അയ്യോ പാപ്പൂന് കൊണ്ടുപോകുന്നു പറഞ്ഞ കണ്ണമാമൻ ചാക്കി കിട്ടിയോ? ആ നിന്നെ ചാക്കി കെട്ടാതെ മാമൻ ചാക്കി കെട്ടാ സൂക്ഷിച്ചോളാൻ പറ. മാമന്റെ സ്വഭാവമാന്ന് പറഞ്ഞത്. എന്റെ ദൈവമേ, എന്റെ തുളസി പോയി പൊട്ടിച്ച് കളയുന്ന കണ്ടോ? എടി ഇവള് ഇന്നലെ പോലെ പറയാ ഒക്കെ അവള് ഇന്നമ്മ എടുത്തു കൊണ്ടുപോകും. അത് ശരിയാണെങ്കിലല്ലേ എന്റെ കഞ്ഞിക്കലോ കറിച്ചോട്ടി വരം. ഇന്നലെ എല്ലാണ്ട് അടുത്ത പേരോട് പറഞ്ഞു, ഞാനേ ചിന്തേറെ ലോകിയപ്പെട്ടു ഇത് ഞാൻ ഇന്നമ്മയുടെ എടുത്ത് കൊണ്ടുപോകുന്നത്. സെറ്റി ഞാൻ ഇന്നമ്മയുടെ വീട്ടിൽ കൊണ്ടുപോവാ. എല്ലാം ഇന്നമ്മ വീട്ടിൽ കൊണ്ടുപോവാ. ഒരു വാഴയില വിട്ടാ